നമ്മുടെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യം എവിടെ നിക്ഷേപിക്കണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷനാണ്. ചിട്ടി ചേരണോ അതോ ബാങ്കിലിടണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. എന്നാൽ 2026 സർക്കാർ നൽകുന്ന ഏറ്റവും സുരക്ഷിതമായ 9 നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പണം പോയി എന്ന പേടി വേണ്ട, കൃത്യമായ ലാഭം ഉറപ്പാണ്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം. ആദ്യമായി നമ്മൾ നോക്കുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ പദ്ധതികളാണ്. ഇതിൽ ഒന്നാമത്തേത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF ആണ്. 15 വർഷത്തെ കാലാവധിയുള്ള ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും. വർഷത്തിൽ കുറഞ്ഞത് 500 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഇതിൽ നിക്ഷേപിക്കാം. ദീർഘകാലത്തേക്ക് മക്കളുടെ പഠനത്തിനോ വിവാഹത്തിനോ പണം കരുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു വഴി വേറെയില്ല. രണ്ടാമത്തേത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജനയാണ്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ഈ അക്കൗണ്ട് തുടങ്ങാം. ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ പലിശ സർക്കാർ ഇതിന് നൽകുന്നുണ്ട്. മകൾക്ക് 21 വയസ്സാകുമ്പോൾ വലിയൊരു തുക നിങ്ങളുടെ കയ്യിലെത്തും. മകളുടെ പേരിൽ ഒരു നല്ല തുക നിക്ഷേപിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. മൂന്നാമത്തെ കാര്യം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ പറ്റിയ ഇടം. ഇതിൽ ഓരോ 3 മാസത്തിലും പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് ഇതൊരു മാസ വരുമാനം പോലെ ഉപയോഗിക്കാം. നാലാമതായി നമ്മൾ പറയുന്നത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ NSC ആണ്. 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ആണ് ഇതിനുള്ളത്. ഒരു നിശ്ചിത തുക ഒന്നിച്ച് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം. റിസ്ക് ഒട്ടുമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അഞ്ചാമത്തെ പദ്ധതി കിസാൻ വികാസ് പത്രയാണ്. പണം ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണിത്. സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവ് കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക കൃത്യമായി ഇരട്ടിയായി തിരികെ ലഭിക്കും. കർഷകർക്ക് മാത്രമല്ല ആർക്കും ഇതിൽ നിക്ഷേപിക്കാം. ആറാമത്തേത് പുതിയ കാലത്തെ നിക്ഷേപമായ സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ്. സ്വർണം വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന പേടി വേണ്ട. പേപ്പർ രൂപത്തിൽ സ്വർണം വാങ്ങാം. സ്വർണത്തിന്റെ വില കൂടുന്നതിനൊപ്പം വർഷത്തിൽ 2.5% പലിശയും സർക്കാർ നിങ്ങൾക്ക് തരും. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് തീർച്ചയായും ശ്രദ്ധിക്കണം. ഏഴാമതായി നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരമുള്ള പോസ്റ്റ് ഓഫീസ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എല്ലാ മാസവും ചെറിയ തുക മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും കൂലിപ്പണിക്കാർക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ്. 5 വർഷമാണ് ഇതിന്റെ കാലാവധി. എട്ടാമത്തേത് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS ആണ്. വാർദ്ധക്യത്തിൽ ഒരു മാസ വരുമാനം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ചേർന്ന് തുടങ്ങണം. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു ലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 9ാമത്തെ പദ്ധതി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണ്. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ 1, 2, 3, 5 വർഷത്തേക്ക് പണം നിക്ഷേപിക്കാം. ബാങ്ക് പലിശയേക്കാൾ പലപ്പോഴും മികച്ച നിരക്ക് പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യാറുണ്ട്. ഈ പദ്ധതികളിലൊക്കെ ചേരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും കൃത്യമായിരിക്കണം. ഇതിലൊന്നും ചേർക്കാൻ ആർക്കും OTPയോ പാസ്വേഡോ നൽകേണ്ടതില്ല. ആരെങ്കിലും ഫോൺ വിളിച്ച് ഇത്തരം വിവരങ്ങൾ ചോദിച്ചാൽ അത് തട്ടിപ്പായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഓരോ പദ്ധതിയുടെയും അവസാന തീയതികളും പലിശ നിരക്കുകളും ഇടയ്ക്കിടെ മാറാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി വിവരങ്ങൾ ഉറപ്പുവരുത്തണം. പണം നിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എല്ലാ പണവും ഒരിടത്ത് തന്നെ ഇടരുത്. കുറച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലും കുറച്ച് ദീർഘകാലത്തേക്കും നിക്ഷേപിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സുരക്ഷിതമായിരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം.